ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 11/2026 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2026 ഫെബ്രുവരി 7-ാം തീയതിയിൽ നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ എയിം ഫോർ PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പറിലെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എയിം ഫോർ PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 51ാമത്തെ ചോദ്യം. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ്? അതായത് ഈ ഒരു ചോദ്യം ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആമി എന്ന് പറയുന്ന കുട്ടി 3 പരീക്ഷകളാണ് എഴുതിയിട്ടുള്ളത്. ആ 3 പരീക്ഷയിൽ ഒന്നാമത്തെ പരീക്ഷയുടെ മാർക്കാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്നാൽ രണ്ടാമത്തെ പരീക്ഷയ്ക്കും 3ാമത്തെ പരീക്ഷയ്ക്കും ഈ കുട്ടിക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷയേക്കാൾ കൂടുതൽ കിട്ടിയ മാർക്ക് തന്നിട്ടുണ്ട്. ഇനിയും അതിൽ ശരാശരിയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒന്നാമത്തെ പരീക്ഷയുടെ മാർക്ക് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പരീക്ഷയുടെ മാർക്കിനെ x ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ പരീക്ഷയുടെ മാർക്കോ x+10, കാരണം 10 മാർക്ക് കൂടുതലാണ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ പരീക്ഷയുടെ മാർക്ക് x+11, ഒന്നാമത്തേനേക്കാളും 11 മാർക്ക് കൂടുതലാണ്. എങ്കിൽ ഇവരുടെ ആവറേജ് ആണ് എത്രയാണ്? 75 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ x+10 plus x+11 the whole divided by 3 equal to 75. അതായത് ശരാശരി കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മൊത്തം അക്കങ്ങളും കൂടി കൂട്ടുക, അതിൻ്റെ താഴെ എത്ര അക്കങ്ങളുണ്ടോ അവ വെച്ച് ഹരിക്കുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 3x + 21/3 equal to 75 എന്ന് വരും. ഇനി 3x + 21 equal to 75 × 3, ഇത് സോൾവ് ചെയ്യുമ്പോൾ 225 എന്ന് കിട്ടുന്നതാണ്, 225 എന്ന് കിട്ടും. ഇനി 3x + 21 equal to 225, 3x + 21 equal to 225. അടുത്ത സ്റ്റെപ്പിൽ 3x equal to 225 - 21. അപ്പോൾ ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 204 എന്നാണ് കിട്ടുന്നത്. 3x equal to 204 എന്ന് പറയും. x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 204/3 എന്ന് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 68 എന്ന് കിട്ടും. അതായത് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 68 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 52ാമത്തെ ചോദ്യം. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 100 cm² ആണ്. അതിൻ്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? അതായത് ഒരു ചതുരം, ആ ചതുരത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 100 cm² എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ ഡയഗണൽ വെച്ച് നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ആ വൃത്തത്തിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഏരിയ ആണല്ലോ തന്നിരിക്കുന്ന ഒരു ചതുരത്തിൻ്റെ ഒരു സൈഡിൻ്റെ വീതി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 100ൻ്റെ റൂട്ട് എത്രയാണോ അതാണ് സൈഡിൻ്റെ അളവ്. അപ്പം 100ൻ്റെ റൂട്ട് എത്രയാണ്? 10 cm ആണ് ഈ ചതുരത്തിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്.
ഇനി ഒരു സൈഡിൻ്റെ ലെങ്ത് കിട്ടി. അപ്പോൾ ഇതാ ഈ ഒരു ചതുരത്തെ ഞാൻ രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഇവിടെയും 10 ഇവിടെയും 10 ആയിരിക്കും. അപ്പോൾ ഡയഗണൽ ഈ ഒരു ലൈനാണ് ഡയഗണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡയഗണലിന് എത്ര നീളമുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന പൈതഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. അപ്പം റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 100 പ്ലസ് 100 ഈക്വൽസ് റൂട്ട് ഓഫ് 200. ഇത് സോൾവ് ചെയ്യുമ്പം എനിക്ക് 10√2 എന്ന് കിട്ടും. അപ്പോൾ ഡയഗണലിൻ്റെ നീളം എത്രയാണ്? 10√2. ഈ 10√2 തന്നെയല്ലേ നമ്മുടെ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ നീളവും? അതെ, അവിടെ വരച്ചിരിക്കുന്ന ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ ഡയമീറ്ററാണ് അല്ലെങ്കിൽ വ്യാസമാണ് 10√2 എന്ന് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക. അതായത് 2 വെച്ച് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 5√2 എന്ന് കിട്ടും. 10ൻ്റെ പകുതി 5 ആയതുകൊണ്ട് 5√2 എന്ന് കിട്ടും. ഇനിയും ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് πr², ഏരിയയുടെ ഇക്വേഷനാണ് πr². പൈ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട, കാരണം പൈ ഓപ്ഷനിൽ പൈ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൈ ഇൻറ്റു 5√2 സ്ക്വയർ. അതിനെ ഇങ്ങനെ എഴുതാം, പൈ ഇൻറ്റു 5√2 ഇൻറ്റു 5√2. നമുക്ക് കണക്ക് കൂട്ടുന്നതിൻ്റെ സൗകര്യത്തിൽ ഇങ്ങനെ എഴുതുകയാണ് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന്. 5 ഇൻറ്റു √2 ഇൻറ്റു √2. പൈയുടെ വാല്യൂ അത് തന്നെ. 5 ഇൻറ്റു 5 5 ഇൻറ്റു 5 25 ഇൻറ്റു √2 ഇൻറ്റു √2 ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 55 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഇതൊരു നല്ല ചോദ്യമായിരുന്നു. അത്യാവശ്യം വേണമെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റും. ആദ്യം ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ചതുരത്തിൽ ഒരു സൈഡ് കണ്ടെത്തുക, ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടെത്തുക, അതാണ് ഡയമീറ്റർ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഡയമീറ്ററിൽ നിന്നും റേഡിയസ് കണ്ടെത്തുക. റേഡിയസ് ഉപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അമ്പത്തിമൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇതിനകത്ത് 15.625 ക്യൂബ് റൂട്ട് ഡാഷ് ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാവോ എന്ന് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ, ക്യൂബ് റൂട്ടാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്യൂബുകൾ നോക്കണം. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനുകളും പറഞ്ഞിട്ടുണ്ട്, ഒരു 10 വരെയുള്ള സംഖ്യയുടെ എങ്കിലും ക്യൂബുകൾ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. 2ൻ്റെ ക്യൂബ് 8 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 343നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കിവിടെ 4 പോയിന്റ് എന്ന് കിട്ടുന്നത് ഉത്തരം. അപ്പോൾ ഇതല്ല ഉത്തരമെന്ന് മനസ്സിലായി. ഇനി അടുത്തത് 3/2 എന്ന് പറയുന്ന ബി ഓപ്ഷനെ നമുക്ക് ചെക്ക് ചെയ്യാം. 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 2ൻ്റെ ക്യൂബ് 8 ആണ്. ഇവ തമ്മിൽ ഹരിക്കുമ്പോൾ നമുക്ക് 3 പോയിന്റ് എന്നാണ് വരുന്നത്. അപ്പോൾ അതുമല്ല ഓപ്ഷൻ എന്ന് മനസ്സിലായി. ക്ഷമിക്കണം, ഓപ്ഷൻ എയിൽ 4 കൊണ്ടാണ് തുടങ്ങുന്ന ഉത്തരം. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനെ നോക്കണ്ട, അതുകൊണ്ടാണത് ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി 9/2 എന്ന് പറയുന്നത് 9ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 729 എന്നാണ്. അതിനെ 8 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 91 പോയിന്റ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതല്ല ഓപ്ഷൻ. അപ്പം എന്താണ് ഉത്തരം? ഡി ആണ് വരുന്നത്. അപ്പോൾ 5/2 എന്ന് പറയുമ്പോൾ 5ൻ്റെ ക്യൂബ് 125 ആണ്. 2ൻ്റെ ക്യൂബ് 8 ആണ്. ഞാനിവിടെ ചെയ്തും കാണിക്കാം. 125നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു തവണ 8, 4 ശിഷ്ടം വരും, 5 താഴോട്ട് ഇറക്കി. ഇനി 5 തവണ 40, 5 ശിഷ്ടം വന്നു. ഇനി 0 താഴോട്ടിടുകയാണ്. ഇവിടെ ഒരു പോയിന്റും കൊടുത്തു. ഇനി 6 തവണ കിട്ടും, 48. 2 ശിഷ്ടം വരും, അടുത്ത 0 ഇറക്കുകയാണ്. 2 തവണയാണ് 16,
4 40 5. അതെ, ഓപ്ഷൻ ഡി ആണ് 5/2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ചില ചോദ്യങ്ങൾ നമുക്ക് ഓപ്ഷൻസ് നോക്കി തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന പല ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലെങ്കിൽ തുടർച്ചയായി നമ്മൾ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യൂബ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനുകളുണ്ട്. 54ാമത്തെ ചോദ്യം, x raised to a minus a raised to minus 1 the whole raised to 1 by a minus 1 the whole raised to a by a plus 1. അപ്പോൾ ഇതൊരു എക്സ്പോണൻറ്റ് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. എന്നാൽ നമ്മൾ പേടിച്ചിട്ട് ഒഴിവാക്കുന്ന ഒരു ചോദ്യമാണ്. ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണെന്ന് പറയാം. അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ള മാർഗത്തിലേക്ക് കടക്കാം. ഇതിൽ ഞാൻ ആദ്യം ഇതിൻ്റെ പവറുകൾ എഴുതി കാണിക്കാം. ഏതൊക്കെയാണ് പവർ തന്നിരിക്കുന്നത്? ഇതിപ്പം നമ്മൾ ഈ ഒരു ഫോമിലാണ് നിൽക്കുന്നത്. പവറുകളെല്ലാം കൂടി ഇങ്ങനെ ഈ ഒരു ഫോമിലല്ലേ, x raised to m the whole raised to n the whole raised to p എന്ന രീതിയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ വരികയാണെങ്കിൽ പവറിൻ്റെ റൂൾ എങ്ങനെയായിരിക്കും? x raised to m into n into p എന്ന് പറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കണക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ പവറുകളെ മാത്രം ഞാൻ ഇങ്ങോട്ട് എഴുതുക. a minus a raised to minus 1 into 1 by a minus 1 into a by a plus 1. ഇതാണ് പവറുകൾ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിൽ ഈ ഒന്നാമത്തെ പവറിനെ മാത്രം ഞാൻ താഴോട്ടെടുത്തിട്ട് എഴുതുകയാണ്. ഈ a minus a raised to minus 1നെ എനിക്ക് ഇങ്ങനെയും എഴുതാം, a minus 1 by a. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a square minus 1 by a എന്ന് ആകും. ഇനി a square minus 1 എന്നുള്ള ഈ ഒരു ഇക്വേഷനെ എനിക്ക് a minus 1 into a plus 1 എന്ന ഫോമിൽ എഴുതാം. നമ്മൾ a square minus b square is equal to a minus b into a plus b എന്നൊരു ഫോം, ക്ഷമിക്കണം, മേളിൽ a plus 1 ആണ്. ഈ ഒരു ഫോമിലാണ് ഞാൻ ഇവരെ ആക്കിയത്. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ 1 സ്ക്വയർ ഇട്ടാലും 1 ഇട്ടാലും സെയിം തന്നെയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ബാക്കി പവറുകൾ എഴുതുകയാണ്. അപ്പോൾ a minus 1 into a plus 1 by a into ഈ a എവിടെ നിന്ന് വന്നാൽ ഈ a minus a raised to minus 1നെ ഞാൻ ഈ ഫോമിലാക്കിയായിരുന്നു. അവിടോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. 1 by a minus 1 into 1 by a plus 1. ഇപ്പം നമുക്ക് ടേമുകളെ കട്ട് ചെയ്യാമല്ലോ. a minus 1ഉം ഈ a minus 1ഉം കട്ടായി, a plus 1ഉം a plus 1ഉം കട്ടായി. ക്ഷമിക്കണം, ഇവിടെ a by a plus 1 ആയിരുന്നേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ താഴത്തെയും മേളത്തെയും കട്ടായി. ഇനിയിപ്പോൾ മിച്ചം എന്താണ്? പവറുകളെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടിയത്. അതായത് x raised to 1 എന്നാണ് ഉത്തരം വരുന്നത്. അതായത് x raised to 1 എന്ന് പറഞ്ഞാൽ x ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പോണൻസ് പാർട്ടി എന്നുള്ളതാണെങ്കിലും നമ്മൾ ഓൾജിബ്ര എന്ന് പറയുന്ന പാർട്ടിൽ ക്വസ്റ്റനും കൂടി ഇവിടെ, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനും കൂടി ഇവിടെ കയറ്റി വന്നു. പവറുകളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടു. അതിൽ ഫസ്റ്റ് പവറിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ ഈ ഒരു രീതിയിലാക്കി. a square minus 1 എന്നുള്ളതിനെ a minus 1 into a plus 1 എന്നുള്ള ഫോമിലോട്ടാക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമായിരുന്നു. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു വാസ്തുശില്പഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 0.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള
തുടർച്ചയായ അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമാണ്. 13 അർദ്ധവൃത്തങ്ങൾ ചേരുന്ന അത്തരമൊരു വാസ്തുശില്പഘടനയുടെ ആകെ നീളം എത്ര? അതായത് ഈ ഒരു തന്നിരിക്കുന്ന ഫിഗറിൽ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഫിഗർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എങ്കിൽ ലാസ്റ്റ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ റേഡിയസ് 0.5, 1, ഇവിടെ 0.5ഉം ഇവിടെ 1, ഇവിടെ വരുമ്പോൾ 1.5, ഇങ്ങോട്ട് വരുമ്പം 2, ഇങ്ങനെ പോയിട്ട് 13 പോയിന്റുകളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എല്ലാം കൂടി ഇങ്ങനെ കറങ്ങി പോയി കഴിയുമ്പോൾ ഈ ഒരു വാസ്തുശില്പ ഘടനയുടെ ടോട്ടൽ ലെങ്ത് നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഭാഗം കയറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതായത് സർക്കിളിൻ്റെ അല്ലെങ്കിൽ സെമി സർക്കിളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് പോയിന്റ്സുകളെല്ലാം ചേർന്ന് ടോട്ടൽ എത്ര ലെങ്ത് ഉണ്ടെന്ന് അല്ലെങ്കിൽ പോയിന്റ്സുകളെല്ലാം കൂടി എത്ര വരുമെന്ന് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കണ്ടെത്താം. അതായത് എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഈ പോകുന്ന ഈ വാസ്തുശില്പ ഘടനയുടെ നീളമാണ് നമ്മൾ മൊത്തം കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് നീളം കൂടി വരികയാണല്ലോ ഈ റേഡിയസ്. അപ്പോൾ ഫൈനൽ ആയിട്ടുള്ള ടോട്ടൽ എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതൊരു സെമി സർക്കിൾ അല്ലേ? ഇതൊരു സെമി സർക്കിൾ ആണെന്ന് നമുക്കറിയാം. സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒരു സർക്കിളിൻ്റെ ആണെങ്കിൽ 2πr ആണ്. സെമി സർക്കിളിൻ്റെ വരുമ്പം πr എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ L1 എന്ന് പറയുന്ന പോയിന്റ് നോക്കൂ, അതിൻ്റെ റേഡിയസ് π × r എത്രയാണ്? 0.5 അല്ലേ വരുന്നത്. അതേപോലെ L2 എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ, അതോ π × 1 എന്ന് വരും. അങ്ങനെ L13 വരെ കണ്ടെത്തണം. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുകയും വേണം. എന്നാലാണ് നമുക്ക് റേഡിയസ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? നമുക്ക് π പുറത്തെടുത്തിട്ട് ഇതിൽ 0.5 + 1 + 1.5 ഇങ്ങനെ 13 ടേംസുകൾ നമ്മൾ കണ്ടെത്തണം. അപ്പം ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് Sn = n/2 × 2a + n-1 × d എന്ന് പറയുന്ന ഇക്വേഷൻ. അതായത് ടോട്ടൽ r എത്ര, റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ കൂടുന്നു, അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ഇച്ചിരി കൂടുന്നു, 0.5 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ടോട്ടൽ റേഡിയസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിന് നമുക്ക് നോക്കാം. Sn = 13 പോയിന്റ്സുകൾ ഉണ്ടെന്ന് നമുക്ക് തന്നു. അപ്പോൾ 13/2 × 2a. a എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് റേഡിയസ് എന്താ? 0.5. 2 × 0.5 + n-1 എന്ന് പറയുമ്പോൾ 12. 13ൽ നിന്നും 1 കുറച്ചാൽ 12. ഇതിന് ഇനി d എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. 0.5 ആണ് കൂടി വരുന്നത് അല്ലേ? അപ്പോൾ 0.5. ഇനി സോൾവ് ചെയ്യുമ്പോൾ 13/2 × 1 + 12 × 0.5 ചെയ്യുമ്പോൾ 6 ആണ് കിട്ടുന്നത്. 1 + 6 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 13 × 7/2 = 91/2 എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് റേഡിയസ്. ഇനി ഇത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ലെങ്ത് ഓഫ് സെമി സർക്കിൾ. ലെങ്ത് എത്രയാണ് സെമി സർക്കിളിൻ്റെ? πr എന്നാണ് പറഞ്ഞത്. അപ്പം റേഡിയസുകളെല്ലാം കൂടി ചേർന്ന് റേഡിയസിൻ്റെ സമ്മാണ് 91/2 എന്നുള്ളത്. ഇവിടെ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പൈയുടെ വാല്യൂ 22/7 ആയിട്ട് എടുക്കാൻ. അപ്പോൾ 22/7 × 91/2 ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിൽ വെട്ടിപ്പോകുന്നു. 11, 7ഉം 91ഉം വെട്ടി 13. 11 × 13 ചെയ്താൽ 143 സെൻറ്റിമീറ്റർ. ഇതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടി പറയാം. അതായത് നമുക്ക് സെമി സർക്കിളിൻ്റെ
ടോട്ടൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും വരുമ്പം സെമി സർക്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ ആണ്. എന്നാൽ ആറ് റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരം ഓരോ ഭാഗത്തെത്തുമ്പം മാറി വരുന്നുണ്ട്. ആദ്യത്തേൽ 0.5 ആണ്, പിന്നെ 1, 1.5, 2 അങ്ങനെ പോയി 13 അർത്ഥവൃത്തങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് 13 ടേമുകളുണ്ട്, 13 റേഡിയസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ റേഡിയസുകളുടെ എല്ലാം തുകയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് നമ്മൾ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയതുകൊണ്ടും നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നു. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ SN = n/2 × 2a + n-1 × d എന്ന് ഉള്ള ഇക്വേഷനിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 91/2 എന്ന് കിട്ടുന്നു. അതാണ് നമ്മുടെ ടോട്ടൽ റേഡിയസ് എന്ന് പറയാം. ആ റേഡിയസിനെ നമ്മൾ ഉപയോഗിച്ചു നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. പൈ × ആറിൽ നമ്മൾ ആറിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 143 സെൻറ്റിമീറ്റർ ഓപ്ഷൻ എ അങ്ങനെ ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഇതും മറ്റൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം തന്നെയായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലായ aim4PSCയിൽ എന്നും PYQ സെഷൻസും ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആയ aim4PSCയിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആറാമത്തെ ചോദ്യം. R = 18, റാറ്റ് = 39 എങ്കിൽ ക്യാപ്പ് എത്ര? അപ്പോൾ R = 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ആൽഫബറ്റ് A to Zലെ 18ാമത്തെ ആൽഫബറ്റാണ് R. അപ്പോൾ ഈ റാറ്റ് 39 ആയതെങ്ങനെയാണെന്ന് വെച്ചാൽ R + A + T. ആറിൻ്റെ വാല്യൂ 18 ആണ്. അപ്പോൾ A എത്രയാണ്? 1. T 20ാമത്തെ ആൽഫബറ്റ് ആണ്. അപ്പോൾ ഇവ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 39 ആണ് ലഭിക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ക്യാപ്പാണ് ചോദിച്ചിരിക്കുന്നത്. C 3ാമത്തെ നമ്പർ ആണെന്ന് നമുക്കറിയാം. മൂന്നാമത്തെ ആൽഫബറ്റ് ആണെന്ന് അറിയാം. A1 P 16ാമത്തെ ആൽഫബറ്റുമാണ്. ഇവ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 + 1 4, 4 + 16 20. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം A 512 E 216 -M8. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻസ് എഴുതുകയാണ്. ഓപ്ഷൻസ് ഒരാക്കങ്ങൾ A 512 E 216 പിന്നെ ഒരു ഡാഷ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി M8. അപ്പോൾ ഈ നമ്പറുകൾ ശ്രദ്ധിച്ച് 8, 216, 512 ഇവ വീണ്ടും ക്യൂബുകൾ വന്നിരിക്കുന്നു. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. 216 എന്ന് പറഞ്ഞാൽ 6 ക്യൂബാണ്. 512 എന്ന് പറഞ്ഞാൽ 8 ക്യൂബാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? 4 ക്യൂബ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് 64 ആണ്. അപ്പോൾ നമുക്ക് 64 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, സി. അതായത് I ആണ് ഇവിടെ വരുന്നത്. അപ്പം സി ആണ്, I 64 ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പോൾ ഈ പാർട്ട് നമ്മൾ കണ്ടെത്തിയത് ക്യൂബ് റൂട്ട്, ഇതിൻ്റെ എല്ലാം ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചാണ് നമ്മൾ ഇവിടെ 4 ക്യൂബാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇനി ഒരു പക്ഷേ നമുക്ക് 2 ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നെങ്കിൽ, 64 വെച്ച് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ല. അപ്പോൾ ഈ ഭാഗം എങ്ങനെ കിട്ടുന്നതെന്നും കൂടി നോക്കാം. ഇവിടെ A കഴിഞ്ഞ് B C D 3 ആൽഫബറ്റ് കഴിഞ്ഞ് E വരുന്നു. E കഴിഞ്ഞ് F G H, H കഴിഞ്ഞ് I വരുന്നത്. I കഴിഞ്ഞ് J K L M. അപ്പം 3 ആൽഫബറ്റുകളുടെ ഡിഫറൻസ് ആണ് ഈ തന്നിരിക്കുന്ന 2 ആൽഫബറ്റുകൾ തമ്മിലുള്ളത്. അങ്ങനെ നമുക്ക് I ആണെന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വീണ്ടും ക്യൂബ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. 10 വരെയുള്ള നമ്പേഴ്സിനെങ്കിലും ക്യൂബ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 58ാമത്തെ ചോദ്യം. 30/9/2017 മുതൽ
5 വർഷവും 5 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി. ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ച് തന്നെ കണ്ടുപിടിക്കാവോ നോക്കാം. 2017 സെപ്റ്റംബർ 30 2017. അപ്പോൾ 5 വർഷം കൂട്ടുമ്പോൾ എന്താകും? 30/9/2022 എന്ന് വരും. അപ്പോൾ നമ്മൾ 23 ഓപ്ഷനും വെട്ടും. പക്ഷെ വെട്ടരുത്, ബാക്കിയുണ്ട്. 5 മാസവും പറയുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബറിൻ്റെ കൂടെ 5 മാസം കൂട്ടുമ്പോൾ നമുക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഫെബ്രുവരി വരും. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ? ഇവിടെ 30 എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി മാർച്ചിലോട്ട് കയറിപ്പോകും. അപ്പോൾ എന്താ? മാർച്ചിലേക്ക് കയറുമ്പോൾ ഇയർ എന്താണ്? 2023 ആകും. അപ്പോൾ 2023 മാർച്ച് എന്ന് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ നമുക്ക് വരുന്നുള്ളൂ, ഓപ്ഷൻ ഡി മാത്രം. അതായത് 5/3/2023 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ബേസിക് നോളജ് വെച്ച് ചെയ്ത ഒരു ചോദ്യമാണ്, മെൻ്റൽ എബിലിറ്റി പാർട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതിൽ 5 വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 5 ആഡ് ചെയ്തപ്പോൾ 2022 എന്ന് കിട്ടി. 5 മാസവും കൂടി ഉണ്ട്, അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫെബ്രുവരി ആണ് വരുന്നത്. പക്ഷെ 30 എന്നുള്ളൊരു ഡേറ്റ് ഉള്ളതുകൊണ്ട് അത് മാർച്ചിലോട്ട് പോയി, മാർച്ചിൻ്റെ ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു. 5/3/2023 ഉത്തരമായിട്ട് വരുന്നത്. അതല്ല 5 ദിവസം കൂടി ഉണ്ട്, അതുകൂടി കണക്കാക്കുമ്പോൾ ഇതാണ് വരുന്നത്. അങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 59ാമത്തെ ചോദ്യം. ഒരു വാച്ചിൻ്റെ മിനിറ്റ് സൂചി 1.5 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. 30 മിനിറ്റിൽ അതിൻ്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. അപ്പോൾ ഇതൊരു സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ്. അപ്പോൾ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr × x/360 എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെ r നമുക്കറിയാം 1.5 സൂചിയുടെ നീളം തന്നിട്ടു. 30 മിനിറ്റിൽ അതിൻ്റെ അഗ്രം സഞ്ചരിച്ച ദൂരം. ഒരു 5 മിനിറ്റ് കവർ ചെയ്യാനായിട്ട് 30 ഡിഗ്രി കവർ ചെയ്യുമെന്നാണ് പറയുന്നത്. 5 മിനിറ്റ് ഒരു സൂചി സഞ്ചരിക്കുമ്പോൾ 30 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. എങ്കിൽ 30 മിനിറ്റ് സഞ്ചരിക്കാനായി 30 × 6 തവണ = 180 ഡിഗ്രി എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 180 ആണ് വരുന്നത്. അപ്പോൾ 2 × നമുക്കിവിടെ 3.14 പൈ എടുക്കുന്നത്. 3.14 × 6 നമുക്ക് 1.5 × 180/360 ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിൽ വെട്ടി 2 ആകുന്നു. 2 ക്യാൻസലായി. 3.14ഉം 1.5ഉം കൂടി നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ 4.71 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ 2πr × x/360 ഡിഗ്രി. ഇതാണ് ആർക്ക് ലെങ്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? അപ്പം ഞാൻ മകൻ്റെ വയസ്സ് x ആയിട്ടും, അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്തായിരിക്കും? അച്ഛൻ്റെത് 5x ആണ്. ഇനി പറഞ്ഞിട്ടുണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ്. 4 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പം അച്ഛനും മകനും 4 വർഷം മുമ്പുള്ളതാണ് നോക്കുന്നത്. 4 വർഷം മുമ്പ് അച്ഛന് 5x - 4ഉം മകന് x - 4ഉം ആയിരിക്കും. പിന്നെ പറയുന്നുണ്ട് 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടി. മകന് x - 4 വയസ്സായിരുന്നു 4 വർഷം മുമ്പ്. അപ്പം അതിൻ്റെ 9 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. ഇനി ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 9x - 36 = 5x - 4. ഇവ റീഅറേഞ്ച് ചെയ്യുമ്പം 9x - 5x = -4 + 36. 4x = 32 എന്ന് വരും. x = 32/4 = 8. അതായത് മകൻ്റെ പ്രായം എത്രയാണ്? 8 വയസ്സ്. അച്ഛൻ്റെത് 5x ആണെന്നറിയാം. അപ്പം 5 × 8 = 40. ഓപ്ഷൻ ഡി
40ഉം 8ഉമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.